ഹായ് സുഹൃത്തുക്കളെ, നമുക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം, ഫേസ്ബുക്കിൽ നിന്ന് വരുമാനം കിട്ടുന്ന കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. പക്ഷേ എങ്ങനെയാണ്, എത്രയാണ് പൈസ കിട്ടുക എന്നുള്ളതൊന്നും ഒരുപാട് ആൾക്കാർക്കൊന്നും അറിയില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഫേസ്ബുക്കിലും യൂട്യൂബിലുമായിട്ട് രണ്ടിലും വീഡിയോ ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ ഇപ്പോൾ യൂട്യൂബിൽ എനിക്ക് അത്ര വലിയ വരുമാനമൊന്നും കിട്ടിയില്ല. പക്ഷേ എൻ്റെ മോണിറ്റൈസേഷൻ ആയതാണ്. ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എനിക്ക് ഞാനൊരു വീഡിയോ ഇട്ടപ്പോൾ ഒരു 100 വ്യൂസ് കടന്നപ്പോൾ ഏകദേശം എനിക്കൊരു 10 സെൻറ്റ് എനിക്ക് എക്സ്ട്രാ വന്നു. അതായത് എനിക്ക് തോന്നുന്നു ഈ യൂട്യൂബിൻ്റെ കണക്ക് പ്രകാരം 100 വ്യൂസിന് 10 സെൻറ്റ് ആകുമ്പോൾ, അങ്ങനെ ഒരു കണക്കിലാണെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞാൽ $1 ആവണമെങ്കിൽ 1000 വ്യൂസ് ആയിക്കഴിഞ്ഞാൽ എനിക്കൊരു $1 ആവും അല്ലേ. അപ്പം 1000 വ്യൂസ്, ഒരു വീഡിയോന് ഒരു 1000 വ്യൂസ് ഉണ്ടെങ്കിൽ എനിക്കൊരു $1 കിട്ടും. അങ്ങനെയാണെങ്കിൽ ഒരു 10,000 വ്യൂസ് ഉണ്ടെങ്കിൽ എനിക്കൊരു $10. അപ്പം അത് 1,00,000 വ്യൂസ് ആണെങ്കിൽ എനിക്കത് $100. $100 എന്ന് പറഞ്ഞാൽ ഏകദേശം 8,000 രൂപ. ഒരു വീഡിയോന് നമുക്ക് നല്ലൊരു റീച്ചായ വീഡിയോ ഒരു 1,00,000 ആൾക്കാർ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ചുരുങ്ങിയത് ഒരു 8,000 രൂപ വരുമാനം ഉണ്ടാക്കാം. പക്ഷേ ഫേസ്ബുക്കിലൂടെ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാം. ഫേസ്ബുക്കിലൂടെ നമുക്ക്, ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ, ഫേസ്ബുക്കിൽ എനിക്ക് ഈ വീഡിയോ ഇൻസ്ട്രീം ആഡ്സിലൂടെ ഞാൻ ചെയ്യുന്ന വീഡിയോൻ്റെ ഇടയ്ക്ക് വരുന്ന പരസ്യത്തിലൂടെ എനിക്ക് അതൊരു വരുമാനം കിട്ടുന്നുണ്ട്. അതിൽ പിന്നെ നമുക്ക് എങ്ങനെ, നമുക്ക് ചില വീഡിയോസ് നമ്മളെ ലെങ്ത്തിൻ്റെ പോലെ ഇരിക്കും തോന്നുന്നത്. അപ്പം നമുക്ക് വീഡിയോസിന് കൂടുതൽ ലെങ്ത്ത് ഉണ്ടെങ്കിൽ 15 മിനിറ്റ് 20 മിനിറ്റ് വീഡിയോസ് ആൾക്കാർ മുഴുവനും കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റേതായ രീതിയിലുള്ള പരസ്യങ്ങളും കാര്യങ്ങളും വരുമ്പോൾ നമുക്ക് അതിൻ്റേതായ രീതിയിൽ പൈസ കിട്ടും. എനിക്ക് ഏൺ ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഈ ഒരു വർഷം ഏൺ ചെയ്ത് ഞാൻ ഏകദേശം 30,000 റുപ്യേൻ്റെ അടുത്ത് മാത്രമേ ഏൺ ചെയ്തുള്ളൂ ഈ ഒരു വർഷം മൊത്തം 2023. അതേപോലെ നമുക്ക് റീൽസ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നില്ല എന്തെങ്കിലും കിട്ടുന്നുണ്ടോ ഇല്ലയോ പൈസ. പക്ഷേ അതേ സ്ഥാനത്ത് നമ്മൾ ഫേസ്ബുക്കിൽ നമ്മൾ റീൽസ് ചെയ്യുമ്പോൾ എനിക്ക് തന്നെ, ഞാനൊരു വീഡിയോ ഇട്ടപ്പോൾ എനിക്കൊരു 4,00,000 വ്യൂസ് ആ റീൽസിന് കിട്ടിയപ്പോൾ എനിക്കതിൽ നിന്ന് എനിക്ക് ഏകദേശം $20 വരുമാനം കിട്ടി. പക്ഷേ ഈ റീൽസിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ, ഇത് $100 ആയിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പിൻവലിക്കാൻ പറ്റുള്ളൂ. യൂട്യൂബിൻ്റെ അതേ കണക്ക് തന്നെ $100 ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഫേസ്ബുക്കിൽ ഇൻസ്ട്രീം ആഡ്സിലൂടെ വരുന്ന പൈസയാണെങ്കിലും റീൽസിലൂടെ വരുന്ന പൈസയാണെങ്കിലും രണ്ടും നമുക്ക് പിൻവലിക്കാൻ പറ്റില്ല. $100 ആയിക്കഴിഞ്ഞാൽ മാത്രം. അപ്പോൾ നമുക്ക് ഇൻസ്റ്റാഗ്രാംസ് റീൽസ് ഇടുന്ന ആൾക്കാർ ഫേസ്ബുക്കിലും അത് ഇടാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾക്കൊരു വരുമാനമാവും. എന്താ വെച്ചാൽ $100 എന്ന് പറയുമ്പോൾ ഏകദേശം 8,000 രൂപ. അത് $100 നിങ്ങൾക്ക് 200 ആക്കാം, അത് 300 ആക്കാം. അപ്പോൾ നിങ്ങളത് കണക്കൂട്ടിയാൽ കഴിഞ്ഞാൽ 10,000-25,000 രൂപ വരുമാനം ഉണ്ടാക്കാൻ എളുപ്പമാണ്. എളുപ്പം മീൻസ് ഇതിൽ നല്ല ഇറങ്ങിത്തിരിച്ച് നല്ല രീതിയിൽ കണ്ടൻറ്റ് ക്രിയേറ്റർ, നല്ല രീതിയിൽ നല്ല വീഡിയോസൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് പ്രത്യേകിച്ച്. അപ്പോൾ യൂട്യൂബിൻ്റെ വരുമാനം ഇങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു 2,00,000 വ്യൂസിലുള്ള ഒരു സാധാരണ പോപ്പുലറായിട്ടുള്ള ആൾക്കാർക്ക് ഏകദേശം അവർക്കൊരു $200 ഒരു വീഡിയോന്ന് വെച്ച് കിട്ടുകയാണെങ്കിൽ, ഒരു മാസം ഒരു 10 വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു $2,000. $2,000 എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരിട്ടിട്ട് 1,60,60,000 രൂപ, 2,00,000 രൂപ ഉണ്ടാക്കാൻ ഒരു കുഴപ്പമില്ല. അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നത്, എനിക്ക് മനസ്സിലാക്കിയത്. എനിക്ക് കിട്ടിയ വരുമാനം വെച്ച് ഞാൻ പറയുകയാണ്. എനിക്ക് യൂട്യൂബിൽ നിന്ന് വന്നത് ഇത്രയാണ്. ഇനി അതേപോലെ ഫേസ്ബുക്കിലൂടെ എനിക്ക് കിട്ടിയതും അങ്ങനെ തന്നെയാണ്. ഫേസ്ബുക്കിലൂടെ എനിക്ക് കിട്ടിയത് ഈ ഒരു വർഷം എനിക്ക് 30,000 രൂപ കിട്ടി. പക്ഷേ ഞാൻ അത്ര കാര്യം വീഡിയോ ചെയ്തിട്ടില്ല. എൻ്റെ വീഡിയോസിൽ മോശമില്ലാത്ത റീച്ചുള്ളതുകൊണ്ട് എനിക്കത് ഒരു 30,000 രൂപ ഒരു വർഷത്തിൽ, അതെല്ലാ മാസവും നമ്മൾ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൽ കൂടുതൽ കിട്ടാൻ ചാൻസസ് ഉണ്ട്. അതുപോലെ നിങ്ങളും റീൽസ് മുടങ്ങാതെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ, ഇൻസ്റ്റാഗ്രാമിൽ ചെയ്യുന്ന ആളാണെങ്കിൽ അത് ഫേസ്ബുക്കിലും കൂടി ചെയ്യാൻ ശ്രമിക്കുക. ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് പേജ് തന്നെ, നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ തന്നെ അതൊരു എന്താ പറയുക, പേജാക്കി മാറ്റണമെന്നില്ല. പ്രൊഫൈൽ തന്നെ നിങ്ങൾക്കത് കൺവേർട്ട് ചെയ്തിട്ട് നിങ്ങൾക്കത് പ്രൊഫഷണൽ മോഡാക്കി മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് റീൽസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് വരുമാനം കിട്ടും. തീർച്ചയായിട്ടും അതിനുവേണ്ടി ശ്രമിക്കുക കേട്ടോ. താങ്ക്സ്. ബൈ.